കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പനാളുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി പ്രൈസ് ലോർഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്ലി മീറ്റിംഗിൽ വരുവാനും പ്രൈസ് ലോർഡ് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനും പ്രൈസ് ലോർഡ് കർത്താവ് എനിക്ക് ഒരുക്കി തന്ന അവസരത്തിനെ കുറിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് നമുക്ക് കർത്താവിനെ അല്പനേരം പാടി ആരാധിക്കാൻ പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ല. ഹല്ലേലൂയ. എത്ര പേരെന്ന് പോൽ കാലം വിശ്വസിക്കുന്നുണ്ട് പ്രൈസ് ലോർഡ് എൻ്റെ യേശുവിനെ പോലെ, പ്രൈസ് ലോർഡ് എൻ്റെ യേശുവിനെ പോലെ മറ്റാരുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഉലകത്തിൽ ഹല്ലേലൂയ നമ്മൾ ആരെയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും, എത്ര വിശ്വസ്തരായ മനുഷ്യരെ കണ്ടെന്ന് പറഞ്ഞാലും പ്രൈസ് ലോർഡ് അവരുടെ എല്ലാവരുടെയും ഹല്ലേലൂയ പ്രൈസ് ലോർഡ് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നിമിത്തം അവർക്ക് പോകേണ്ടതായ അവസ്ഥകൾ വരും. പ്രൈസ് ലോർഡ്. അവർക്ക് മാറേണ്ടതായ അവസ്ഥകൾ വരും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഹല്ലേലൂയ, എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, എന്തൊക്കെ അവസരങ്ങൾ വന്നാലും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മാറാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഹല്ലേലൂയ. വേറെ ആരും വേറൊന്നും എൻ്റെ പ്രിയനെ പോലെ യോഗ്യമല്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. പ്രൈസ് ലോർഡ്. അല്പനേരം നമുക്ക് കർത്താവിനെ ഹല്ലേലൂയ ചേർന്ന് പാടി ആരാധിക്കാം. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. ഓ വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവെ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. യേശുവെ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ആമേ ഹല്ലേലൂയ. 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 എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഓ എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാനേ യേശുയോഗ്യൻ. എല്ലാ നാവും എല്ലാ നാവും ലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും ബഹുമാനവും സ്തോത്രവും സർവം സ്വീകരിപ്പാനേ യേശുയോഗ്യൻ. യേശുവെ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലെ മറ്റാരുമില്ലെന്നത് പകൽക്കാലം ഒന്ന് ചേർന്ന് പാടാം. യേശുവെ പോലെ ആരുമില്ല,
എൻ്റെ പ്രിയനെ പോലെ മറ്റാരുമില്ല. ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും, വേറെ ആരും, വേറെയൊന്നും എൻ്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. വേറെ ആരും, വേറെ ആരും, വേറെയൊന്നും എൻ്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. ചേർന്ന് പാടാമോ? യേശുവെ പോലെ, യേശുവെ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. യേശുവെ പോലെ, യേശുവെ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലെ ആരുമില്ല. കൊണ്ട് ചേർന്ന് പാടാം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ചേർന്ന് പാടാമോ? യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന്, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം. ഇന്ന് പകൽക്കാലം ചേർന്ന് പാടാമോ? എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ. ആ സകല സ്തുതിയും സകല ബഹുമാനവും സകല സ്തോത്രവും എൻ്റെ യേശുവിന് മാത്രം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ
എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ആമേൻ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആമേൻ. അപ്പനമ്മ ആമേൻ അറിയും മുൻപേ എന്നെ അറിയുന്നൊരു കർത്താവ് നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റി പുലർത്തിയിടോ. ആദിയില്ല തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശുവന്ത്യനുമേ. ആദിയില്ല തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശുവന്ത്യനുമേ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. വിശ്വാസമുള്ളവരെല്ലാരും നൽകി എന്നിൽ അഭിഷേകം, അതു തന്നെ എന്നു എൻ്റെ ബലം. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. നൽകി എന്നിൽ അഭിഷേകം, അതു തന്നെ എന്നും എൻ്റെ ബലം. അഭിഷേകം എൻ്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. അതൊന്ന് ഓർത്തിടുമ്പോൾ ഹല്ലേലൂയ,
അത്ഭുതമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ പല നിമിഷങ്ങൾ ഓർക്കുമ്പോഴും പല സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ വിടുവിച്ചത് ഓർക്കുമ്പോഴും ഹല്ലേലൂയ, അതെല്ലാം ഒരു അത്ഭുതം പോലെ, ഒരു അത്ഭുതം പോലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തുല്യം ചൊല്ലുവാൻ വേറൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തെ ചെയ്തതോർത്ത് ഹല്ലേലൂയ ചേർന്ന് പാടാമോ? ഓ ആമേൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, സ്വന്തം ബന്ധം കൈവിട്ടാലും ഹല്ലേലൂയ ജീവൻ തന്ന എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മുടെ ബലം അതാണ്. ഹല്ലേലൂയ. ആരെല്ലാം കൈവിട്ടാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവൻ തന്ന ഒരു യേശുവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അഭിഷേകം തന്ന ആ യേശുവിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാവിയെല്ലാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാകയാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആദിയില്ല, തെല്ലും ഭീതിയില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആദ്യനും എൻ്റെ അന്ത്യനും എൻ്റെ കർത്താവ് മാത്രം. ഹല്ലേലൂയ. ശലരമനം തെലേരിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ ആമേൻ. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ, ആദിയില്ല. ശലരമനം തെരിയ ഹസ്സൽ പ്രമാണവ. പ്രൈസ് ദി ലോർഡ്. ആദിയില്ല, ചൊല്ലും ഭീതിയില്ല. ഹല്ലേലൂയ. ജീവൻ നൽകി തന്ന എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ജീവൻ നൽകി തന്ന ഹല്ലേലൂയ മകനെ മകളെ എന്ന് വിളിച്ച എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതാൽ ഹല്ലേലൂയ ആദിയില്ല, ചൊല്ലും ഭീതിയില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യനും അന്ത്യനുമായ കർത്താവ് നമ്മളുടെ കൂടെയുള്ളതാ. ഓ ശവരരചാരിയ. ആമേൻ. ആദിയില്ല, അപ്പനമ്മ മറന്നാലും മറക്കാത്തൊരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും പ്രൈസ് ദി ലോർഡ് മറക്കാത്തൊരു കർത്താവ്. ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ മനോവേദന ഫലശോധന പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ ഹല്ലേലൂയ ആഞ്ഞടിച്ചപ്പോഴും ഹല്ലേലൂയ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ ഹല്ലേലൂയ മാർവിൽ ചാരി നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് അല്പനേരം പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങളെയെല്ലാം തട്ടി ഹല്ലേലൂയ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന പാട്ടുപാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ മനോവേദന ഫലശോധന
വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാൽ, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാൽ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞി. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദം. ആനന്ദമുള്ളവരെല്ലാവരും ചേർന്ന് പാടാമോ? എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമോ എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എത്ര നല്ലവൻ അവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തന. ഹല്ലേലൂയ. എത്ര നല്ലവൻ, നമ്മുടെ ആവശ്യം
ആവശ്യങ്ങളെ എല്ലാം അറിഞ്ഞ് ഹല്ലേലൂയ നല്ലവനായ ഒരു കർത്താവ് പ്രൈസ് ദി ലോർഡ് പലവിധമായ ശോധനകൾ വന്നപ്പോഴും മനോവേദന വന്നപ്പോഴും ഹല്ലേലൂയ ആ മാർവോട് ചേർത്തണച്ചൊരു കർത്താവ് ഹല്ലേലൂയ എത്ര നല്ലവനായ ഒരു കർത്താവ് പ്രൈസ് ദി ലോർഡ് മതിയായ ഒരു കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാർവോട് അണച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൈവിടാതെ ചേർത്ത് നടത്തുന്ന ഒരു കർത്താവ് ആമേൻ ശരണരേ ആമേൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ ആവശ്യങ്ങളെല്ലാം അറിയുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആമേൻ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഹല്ലേലൂയ എത്ര നല്ലവനായ ഒരു കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആവശ്യങ്ങളെ എല്ലാം അറിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ലോകത്തിന് പരിമിതികളുള്ളപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്നേഹം നൽകുന്നതിൽ പരിമിതികളുള്ളപ്പോൾ ഹല്ലേലൂയ സഹായം നൽകുന്നതിൽ പരിമിതികളുള്ളപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എൻ്റെ ആവശ്യങ്ങളെ എല്ലാം അറിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ പോലും പറയാതെ നമ്മൾ പോലും പറയാതെ അനേക സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് വഴി നടത്തുന്നൊരു കർത്താവ് ഹല്ലേലൂയ ശലരമനത്തിലേറിയ ആമേൻ ഹല്ലേലൂയ എത്ര നല്ലവൻ മതിയായവൻ ഹല്ലേലൂയ എന്നെ കരുതുന്നൊരു കർത്തനവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതൊന്ന് വിശ്വാസത്തോടെ ചേർന്ന് പറയാമോ എൻ്റെ നല്ലവനായൊരു കർത്താവ് എൻ്റെ ആവശ്യങ്ങളെ എല്ലാം അറിയുന്നൊരു കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എനിക്ക് അവൻ മാത്രം മതി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എനിക്ക് അവൻ മാത്രം മതി ഹല്ലേലൂയ എൻ്റെ യേശുവെ പോലെ ആരുമില്ല എൻ്റെ പ്രിയനെ പോലെ മറ്റാരുമില്ല ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ശമനരചരെ ഹല്ലേലൂയ 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 അപ്പ ഞങ്ങളത് വിശ്വസിക്കുന്ന പിതാവേ അങ്ങേ പോലെ മറ്റാരുമില്ല പ്രൈസ് ദി ലോർഡ് ഞങ്ങളെ അറിയുന്നത് പോലെ അപ്പൻ ഞങ്ങളെ അറിയുന്നത് പോലെ മറ്റാരും ഞങ്ങളെ അറിയുന്നില്ല പിതാവേ ഹല്ലേലൂയ 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 അപ്പനമ്മ ഹല്ലേലൂയ കൈവിട്ടാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എൻ്റെ ഭാവി അറിയുന്നൊരു കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ നന്നായി അറിയുന്നൊരു കർത്താവ് അമ്മയുടെ ഒരു ഉദരത്തിൽ ഹല്ലേലൂയ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കണ്ടൊരു കർത്താവ് ഓ ശരലരം ചേരിയ ഹല്ലേലൂയ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ശമനരം ചേ ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, hallelujah, എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം ഹല്ലേലൂയ എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം ചേർന്ന് പാടാമോ എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം ഹല്ലേലൂയ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗ്ഗ പിതാവേ നൽകി തന്ന ഈ നല്ല വൈകുന്നേര സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പനമ്മ ഹല്ലേലൂയ കൈവിട്ടാലും, അപ്പനമ്മ മറന്നു പോയാലും, കൂട്ടുകാർ മറന്നു പോയാലും, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എൻ്റെ ഭാവി താതൻ കയ്യിൽ ഹല്ലേലൂയ എന്നെ പോറ്റും, പുലർത്തിയിടും കർത്താവേ. ആദിയില്ലപ്പ, ചെല്ലും ഭീതിയില്ല, കാരണം അങ്ങ് ആദ്യനും അന്ത്യനുമാകയാൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളത് വിശ്വസിക്കുന്ന അപ്പ. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ഭാവി അപ്പൻ്റെ കരങ്ങളിലാണെങ്കിൽ കർത്താവേ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എന്നെ പോറ്റും, എന്നെ പുലർത്തിയിടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. Because he lives I can face tomorrow. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല. അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളെ മുറ്റമായി സമർപ്പിക്കുന്ന അപ്പ, താഴ്ത്തിയേൽപ്പിക്കുന്നു. നൽകി തന്ന കർത്താവേ പാട്ടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ബലമുള്ള കൈകൾ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. സർവമാനമോത്തോപ്പന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാളുകൾക്ക് ശേഷം പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമവുമായി ആമേൻ സിസ്റ്റേഴ്സ് ഇൻ പ്രയർ ലൈനിലേക്ക് കടന്നു വരുവാനായി ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. സൂസൻ സിസ്റ്റർക്ക് ദൈവനാമത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മൾ പങ്കെടുക്കുവാൻ, നമ്മൾ ആ ദൈവ കൃപയിൽ ആമേൻ ആയിത്തീരുവാൻ കർത്താവ് പൈതലിനെ ഉപയോഗിച്ചു. ആമേൻ സ്തോത്രം. ദൈവം ആ പൈതലിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഞാൻ അല്പമായ എൻ്റെ സാക്ഷ്യവും ദൈവം എനിക്കൊരു ആലോചന നൽകിയതും നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധികം മുഖവര പറഞ്ഞ് സമയം ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ കർത്താവ് ഞാൻ നിന്റെ ആലോചന എന്താണ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു ദൂതുണ്ട്. അത് ആദ്യമേ ഞാൻ അങ്ങ് പറയട്ടെ. സങ്കീർത്തനം 29:11 പറയാ, കർത്താവ് പറയാ, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്ന് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ശക്തി നൽകുന്ന എപ്പോഴാ? ബലഹീനമായിരിക്കുമ്പോഴാ. ശക്തി ഇല്ലാതിരിക്കുമ്പോഴാ, ബലഹീനമായിരിക്കുമ്പോഴാ. ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ദൈവം നൽകും. ബലഹീനമായിട്ട് ആരാണോ ദൈവത്തോട് കൂടെ വസിക്കുന്നത് അവരെ ദൈവം ശക്തീകരിക്കുമെന്ന് ഉറപ്പായ കാര്യമാണ്. ആമേൻ. മാത്രമോ യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സമാധാനം ഇല്ലാതിരിക്കുന്നവർക്കാ സമാധാനത്തിന്റെ ആവശ്യം. സമാധാനമില്ലാതിരിക്കുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് ഇവിടെ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം സമാധാനം തരുമെന്ന് ഉറപ്പായി പറയാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇനി മനസ്സ് കലങ്ങരുത്. ഇന്ന് ഇത് കേൾക്കാൻ വേണ്ടി കൂട്ടി വരുത്തിയവർക്കായി ഞാൻ ദൈവത്തിന് ആമേൻ നന്ദി പറയുന്നു, മഹത്വം കരേറ്റുന്നു. നമ്മൾക്ക് നമ്മുടെ വേദപുസ്തകം വായിച്ചു നോക്കിയാൽ, നീ ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നത് നൽകും, നീ ഇന്നത് ചെയ്താൽ ഞാൻ നിന്നെ ഇന്നത് നൽകും എന്നാണ് വചനം. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായി കടന്നു വരുമ്പോൾ നമ്മൾ അതിന് യോഗ്യരാണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ സ്നേഹം വേണം, ദൈവത്തിന്റെ സമാധാനം വേണം, ദൈവത്തിന്റെ കൃപ വേണം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വേണം. നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം തരണം. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം ഏത് പൊസിഷനിലായിരിക്കുന്നു? ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ചാണോ, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാണോ, ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ടാണോ, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ കാൽച്ചുവടുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആലോചനകൾ, ആമേൻ നമ്മൾ പങ്കിടുന്നത്, നമ്മൾ ഗ്രഹിക്കുന്നത് എല്ലാം ആണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ലോകം നമുക്ക് സമാധാനം ഉണ്ട്, ലോകത്തിൽ ഒരു സമാധാനമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? ലോകം തരുന്നത് പോലെ അല്ല കേട്ടോ, ഞാൻ എൻ്റെ സമാധാനമാ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരു കാലത്ത് സമാധാനത്തിന് വേണ്ടി കൊതിച്ചൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. സന്തോഷത്തിന് വേണ്ടി, ആമേൻ സ്തോത്രം, സ്നേഹത്തിനു വേണ്ടി കൊതിച്ച ഒരു സമയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് സന്തോഷം എന്തെന്നോ, സമാധാനം എന്തെന്നോ, തൃപ്തി എന്തെന്നോ, വയറ് നിറഞ്ഞ സമയമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. കാരണം എൻ്റെ പിതാവ് നല്ലൊരു മദ്യപാനിയും ചീട്ടുകളിക്കാരനുമായിരുന്നു.
നല്ലപോലെ ബിസിനസ് ചെയ്യും, പക്ഷെ അതെല്ലാം കൊണ്ടുവന്ന് കളയും. ആമേൻ, സ്തോത്രം. പക്ഷെ അങ്ങനെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയ കുടുംബമാ. വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ സാധനങ്ങളെല്ലാം പറക്കി പുറത്തിട്ട ഞങ്ങൾ അങ്ങനെ മരിച്ചിനി വളയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയ രാത്രികളിൽ വരെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലം സ്കൂളിൽ പോകുമ്പോൾ മഴ നനഞ്ഞുകൊണ്ട് പോകും, കുടയില്ല, ചോറ്റുപാത്രമില്ല, ബാഗില്ല, ചെരുപ്പില്ല, അങ്ങനെ ഒരു കാലമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ വളർന്നു വന്നപ്പോൾ ഏതായാലും പഠിച്ച ഒരു ജോലിയൊന്നും കിട്ടാണ്ടിരുന്നപ്പോ ഏതായാലും പരസ്യം കണ്ട് സിനിമ, സീരിയൽ, നാടകത്തിലോട്ടൊക്കെ ഇറങ്ങിത്തിരിപ്പാനിടയായി. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി സ്വന്തമായി സ്ഥലം വാങ്ങിച്ചു, ഓല കൊണ്ട് ഷെഡ് ഉണ്ടാക്കി, വാടക കൊടുക്കാൻ താമസിക്കാമല്ലോ, എൻ്റെ ഉമ്മായൊക്കെ താമസിപ്പിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെയെല്ലാം ചെയ്തു. ഇഷ്ടമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ച് ഉപയോഗിച്ചു, ഇഷ്ടമുള്ള ആഹാരം കഴിച്ചു. പക്ഷേ ഇവിടെ ഒന്ന് സമാധാനം കിട്ടിയില്ല. ഇവിടെ ഒന്ന് ഹൃദയത്തിന്റെ ശൂന്യത മാറിയില്ല. എവിടെയൊക്കെയോ നീറുന്ന ഒരവസ്ഥ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നു, പക്ഷേ നമ്മുടെ ബന്ധുവീടുകളിൽ പോയിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ പിന്നത്തേതിൽ അവര് നമ്മളെ പുറകിലിരുന്ന് നമ്മളെ കുത്തുന്ന കാര്യങ്ങളാ പിന്നെ നമ്മൾ കേൾക്കുന്നത്. അവിടെ സമാധാനമില്ല. എന്നാൽ സിനിമ കണ്ട് സമാധാനിക്കാം എന്ന് കരഞ്ഞു പോകുമ്പോ നമ്മളെ ജീവിതത്തെക്കാൾ കഷ്ടമായ കഥകൾ കേട്ട് കരഞ്ഞോണ്ടാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ. ഒരിടത്ത് സമാധാനമില്ല, സന്തോഷമില്ല, ശൂന്യത മാത്രം, ശൂന്യത. പ്രൈസ് ദി ലോർഡ്. ജീവിതം പിന്നെ ദൈവങ്ങളെ തേടിപ്പോയി, അമ്പലങ്ങളും പള്ളികളും ഒക്കെ നേർച്ച കാഴ്ചകളുമായി കടന്നുപോയി. ഒരിടത്തും സമാധാനം കിട്ടിയില്ല. ഒടുവിൽ തീരുമാനിച്ചു, ഈ ലോകത്തെ ജീവിതം വേണ്ട, മടുത്തു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അത് മാർച്ച് 8 ഇപ്പോൾ ആ മാർച്ച് 8 ഒരു വിമൻസ് ഡേ ആയിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് വിമൻസ് ഡേ ഇല്ല. 1989 മാർച്ച് മാസം 8 സന്ധ്യാസമയത്ത് എൻ്റെ ഉമ്മ ഇതുപോലൊരു ബൈബിൾ എൻ്റെ കരങ്ങളിൽ വെച്ച് തരാനിടയായി. എൻ്റെ ഉമ്മാക്ക് ബൈബിൾ എങ്ങനെ കിട്ടി, എൻ്റെ അനുജത്തി എങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. യൂട്യൂബിലൊക്കെ എൻ്റെ സാക്ഷ്യമുണ്ട്, നിങ്ങൾക്കത് കേൾക്കാവുന്നതേ ഉള്ളൂ. സ്തോത്രം. എൻ്റെ ഉമ്മ എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് ഉമ്മ പറഞ്ഞു, മോളെ നിന്റെ നടുവേദന മാറും, ഈ ബൈബിൾ ഒന്ന് വായിക്ക്. എൻ്റെ ഉമ്മ മലയാളം പഠിച്ചിട്ടില്ല. അവിടെ അടുത്തുള്ള ഒരു സഹോദരിമാരുടെ കുഞ്ഞമാമ ആന്റിയും സരസു ആന്റിയും പറട്ടൂണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവിടെ ഉമ്മ പോകാനിടയായി തീർന്നു. അവിടെ പോയപ്പോ അവിടെയുള്ള സഹോദരിമാരുടെ സാക്ഷ്യം കേട്ടും അവിടെയുള്ള വചനം കേട്ടുമാ എൻ്റെ ഉമ്മാക്ക് വിശ്വാസം വന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോഴാ ഈ ബൈബിൾ എൻ്റെ കരങ്ങളിൽ ലഭിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസമാ ഉമ്മ എനിക്ക് പകർന്നു തന്നത്. പക്ഷേ ഞാൻ ബൈബിൾ ഉപേക്ഷിക്കുവോ എടുത്ത് കളയുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ബൈബിൾ കൊണ്ട് കയ്യിൽ വെച്ചിട്ട് ഉമ്മ അകത്തേക്ക് കടന്നുപോയി. പക്ഷെ ഈ ബൈബിൾ എടുത്തിട്ട് ഏതായാലും ഞാൻ മരിക്കാൻ പോകുന്നു. മാത്രമല്ല എൻ്റെ നബിയാണ്, ഈസാ നബി എന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്, അന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ ആ നബിയോട് ആരുടെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. ആമേൻ, സ്തോത്രം. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ആമേൻ. അപ്പം ആ നബിയോട് ഇങ്ങനെ പറയാ, ഏതായാലും ഞാൻ മരിക്കാൻ പോവാണ്. അവസാന സമയത്ത് ഇങ്ങനെ പറയും, യേശുപ്പാ ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. കാരണം മരിക്കണോ ജീവിക്കണോ, ജീവിച്ചാൽ എങ്ങനെ, വീട്ടുകാർ, ഇങ്ങനെ 100 ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ചോദ്യമായിട്ട് ഞാൻ യേശുപ്പാ അടുത്ത് ചോദിക്കാം, യേശുപ്പാ ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം. ഞാൻ 1 മുതൽ ഇങ്ങനെ വായിച്ചു തുടങ്ങി. 4-ാം വാക്യം വന്നപ്പോൾ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നോക്കണേ ദൈവമക്കളെ, 66 പുസ്തകമുണ്ട്. ഇങ്ങനെ സ്തോത്ര താഴോട്ട് വായിച്ചു വരുന്ന ഓരോ വാക്യങ്ങളും ഞാൻ ചിന്തിക്കുക, എനിക്ക് വേണ്ടി എഴുതി വെച്ച ഒരു അധ്യായമാണോ എന്ന് പോലും ഞാൻ ഇന്നും ചിന്തിച്ചു പോകാറുണ്ട്. അത്രമാത്രം ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല വ്യക്തിപരമായി സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നീ ഭയപ്പെടേണ്ട എന്നാ പറയാ, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. ഞാൻ പറയട്ടെ, വർഷം എത്രയായി, ഇന്നു വരെ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചിട്ടില്ല. ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ സാത്താൻ നമ്മെ തകർക്കാൻ നോക്കി, വേദനിപ്പിക്കാൻ നോക്കി, കൊല്ലാൻ നോക്കി, ഈ ലോകത്ത് തന്നെ മാറ്റാൻ നോക്കി, പലതരത്തിൽ വേദനിപ്പിക്കാൻ നോക്കി, പട്ടിണിക്ക് വരെ ഇട്ടു. രക്ഷിക്കപ്പെട്ടതിന്, സ്നാനപ്പെട്ടതിന് ശേഷം അവിടെ ഒന്നും കർത്താവിനെ തള്ളിപ്പറയാനോ കർത്താവിനെ വിട്ടുപോകാനോ അനുവദിക്കാതെ, ലജ്ജിച്ചു പോകാൻ
ദൈവം അനുവദിക്കാതെ അവന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതുവരെയും വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിച്ചു. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുവാൻ തക്കവണ്ണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുന്നവനെന്ന വചനം പോലെ അവന്റെ ശക്തി എന്റെ മേൽ നൽകിയത് കൊണ്ട് ആമേൻ മുടിഞ്ഞു പോകാതെ ആമേൻ അവന്റെ ദയ ഇന്നോളം എന്നെ നടത്തി. അതുകൊണ്ട് ഞാനും പറയാ ദൈവമക്കളെ, സമാധാനമില്ലാതെ ആമേൻ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല കേട്ടോ. ആമേൻ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ട്. അവന്റെ വചനങ്ങൾ അനുസരിച്ച് അവനെ പ്രസാദിപ്പിച്ച് അവന്റെ ഇഷ്ടത്തിന് നമ്മൾ നീങ്ങുമെങ്കിൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ആ വചനം നിങ്ങൾ കേട്ടല്ലോ. ഇത് നിങ്ങളോടും എന്നോടുമുള്ള ഇന്നത്തെ ദൈവത്തിന്റെ ദൂതായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ആരെങ്കിലും സമാധാനമില്ലാതെ ഇരിക്കുന്നുവോ, ശക്തി ഇല്ലാതെ ഇരിക്കുന്നുവോ, ദൈവം പറയാ, ദൈവം ആമേൻ അവൻ ശക്തി നൽകുന്ന ദൈവമാ. സ്തോത്രം. അവൻ നമുക്ക് സമാധാനം തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമോ ആമേൻ സ്തോത്രം. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൂടെ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കുക. പുറപ്പാട് പുസ്തകം 9:16 ഒന്ന് വായിക്കാവോ? എടുത്തില്ലെങ്കിൽ ഞാൻ വായിക്കാം. ഞാൻ വായിക്കണോ? എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഇതെന്റെ ഒരു ചോദ്യമായിരുന്നു കർത്താവിനോട്. എന്നിട്ട് കർത്താവ് എനിക്ക് നൽകിയ ഒരു മറുപടിയാ. അത് ഞാൻ നിങ്ങളോടുമായി പങ്കിടുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വായിച്ചതാണ്. ആമേൻ സ്തോത്രം. പലപ്പോഴും ഞാൻ പറയും, കർത്താവേ, എന്തുകൊണ്ട് ഒരു ദൈവ പൈതലായ ദൈവമക്കളായ ഞങ്ങളോട് ഇങ്ങനെ ശത്രു പൊരുതുന്നു? എത്ര ഉപവസിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, എത്ര ദൈവ ഇഷ്ടം ചെയ്യുന്നു, എന്തെല്ലാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നു, എന്നിട്ടും ഈ ശത്രു ഞങ്ങളോട് പൊരുതുന്നത് എന്താ? നിനക്കതൊന്ന് തടയാമായിരുന്നില്ലേ? അതിനെ ഒന്ന് ഇല്ലാണ്ടാക്കാം, നമ്മളിൽ നിന്ന് അകറ്റാമായിരുന്നില്ലേ എന്ന് പലപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ദൈവാത്മാവ് എനിക്ക് നൽകിയ ആലോചനയാണ്, എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും. ആരെ? അവിടെ എഴുതിയിട്ടുണ്ട് 15-ാം വാക്യം. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ കൈ നീട്ടി ആരോട് പറയാ? മോശയെ കൊണ്ട് ഫറവോനോട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു. ആമേൻ. ശത്രുവിനെ ഭൂമിയിൽ നിന്ന് ഛേദിക്കാം. കർത്താവിന് അതിനുള്ള ശക്തിയുണ്ട്, അധികാരമുണ്ട്, കഴിയും കർത്താവിന്. പക്ഷേ കർത്താവ് നമ്മൾക്കെതിരെ വരുന്ന ശക്തിയെ നശിപ്പിക്കാതെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്താ എന്ന് ആമേൻ സ്തോത്രം. അതിന്റെ ഉത്തരമാണ് 16-ാം വാക്യം. എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്. ആരെ? ശത്രുവിനെ കാണിക്കണം, ഫറവോനെ കാണിക്കണം. ഫറവോനെ കാണിക്കാൻ വേണ്ടി എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ആ ചോദ്യം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, എന്തിനാ കർത്താവ് ഇവർ എന്നോട് പൊരുതുന്നത്? ഞാനൊരു തെറ്റും ചെയ്തില്ല. സ്തോത്ര, ഞാൻ അവർക്ക് സ്നേഹമേ കൊടുത്തിട്ടുള്ളൂ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഇവർ എന്നോട് എന്തിനാ പൊരുതുന്നത്? എന്തിനാ ശത്രു പിശാച് എന്നോട് പൊരുതുന്നു, ജനങ്ങൾ എന്നോട് പൊരുതുന്നു, എന്റെ വീട്ടുകാരെന്നോട് പൊരുതുന്നു? ഞാൻ ചിന്തിക്കുന്ന ഒന്നുമല്ല, അവർ മറുത്താ ചിന്തിക്കുന്നത്, തെറ്റിദ്ധരിക്കുന്നു. എന്തിനാ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിനാണ്. ഹല്ലേലൂയ. ദൈവ പൈതലായ എന്നിലൂടെ, നിങ്ങളിലൂടെ ആമേൻ ഈ ശത്രു കാണണം ദൈവത്തിന്റെ ശക്തി. പിന്നെ ആരിലൂടെ കാണിക്കണ്ടേ? ശത്രുവിലൂടെ ശത്രുവിന് കാണിച്ചു കൊടുക്കോ? ശത്രുവിലൂടെ ശത്രുവിന് കാണിച്ചു കൊടുക്കത്തില്ല. ഒരു ദൈവ പൈതലിലെ ദൈവത്തിന്റെ ശക്തി കാണിക്കാൻ പറ്റൂ. ആമേൻ. അതിനാ നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി ശത്രുവിന് കാണിച്ചു കൊടുക്കാനും, ദൈവത്തിന്റെ മഹത്വം ശത്രുവിന് കാണിച്ചു കൊടുക്കാനും നമ്മെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. അവിടെ ഭാരപ്പെട്ടു പോകരുത്. ഒറ്റ കാര്യമേ ചിന്തിക്കാവൂ, കർത്താവിന്റെ സമാധാനമാ നമുക്ക് തന്നിരിക്കുന്നത്. ആ സമാധാനം
സമാധാനം ഉള്ളിൽ നമുക്കുള്ളപ്പോൾ തന്നെ നമ്മുടെ പുറമെ നമ്മൾ ചില പോരാട്ടങ്ങളിൽ ഇടപെടേണ്ടി വരും. അത് ദൈവം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊന്ന് അടുക്കള വീഴാനിടയായി. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. നിരന്തരം പ്രാർത്ഥിച്ചു. ഞാൻ നിന്നിപ്പിന് വീണു. എങ്ങനെ വീണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അതിനുമുമ്പ് പലപ്പോഴും ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണിട്ടുണ്ട്. എങ്ങനെയാ വീഴുന്നതെന്നൊക്കെ എനിക്ക് ബോധമുണ്ട്. പക്ഷെ ഈ വീഴ്ച എനിക്ക് എങ്ങനെ വീണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്ലിപ്പായിട്ടില്ല. ഞാൻ നിന്ന് ഉള്ളിയരിഞ്ഞോണ്ട് നിൽക്കാം. എങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. ആ വീഴ്ചയിൽ പലപ്പോഴും വീണിട്ടുണ്ടെങ്കിൽ എന്റെ അസ്ഥി പൊട്ടിയിട്ടില്ല. പക്ഷെ നിന്നിപ്പിന് വീണതില് എന്റെ വലത്തെ കാലിന്റെ കണ്ണ് പൊട്ടാനിടയായി. ഞാൻ മാത്രമല്ല അവിടെ തന്നെ എഴുന്നേക്കാൻ വയ്യാണ്ടിരുന്നപ്പോ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. 2 പ്രാവശ്യം ബോധം കെട്ട് ഞാൻ അവിടെ ആ അടുക്കള തന്നെ അങ്ങോട്ട് തറയിലോട്ട് കിടന്നു. ഞാൻ പെട്ടെന്ന് വിളിച്ചു. ഹസ്ബൻഡ് മോള് ഓടി വന്നു. എന്നിട്ട് എന്നെ കിടത്തുമ്പോ തലേണ വെക്കാനായിട്ട് വന്ന് പൊക്കി തലേണ വെക്കും. വീണ്ടും ബോധം വന്നിട്ട് വീണ്ടും ഞാൻ എണീക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. വീണ്ടും ഞാൻ കുഴഞ്ഞു വീണു. അങ്ങനെ 2 പ്രാവശ്യം എന്റെ ബോധം പോയി. ഈ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, സുരേട്ടാ ഞാൻ ചിലപ്പോ മരിച്ചു പോവും. അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ മരിക്കുന്നു, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ എന്നെ നാട്ടിലൊന്നും കൊണ്ടുപോകരുത്, ഇവിടെ തന്നെ അടക്കിയാൽ മതി എന്ന് വരെ ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുക ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു വരാൻ 3 ദിവസം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് കാലിലൊന്നും ഒരു ചതവേ പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു 3 ദിവസം, അതായത് ബുധനാഴ്ച വൈകിട്ട് സംഭവിച്ചു, വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത്. അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാനിടയായി. പക്ഷെ വേദന സഹിക്കാൻ വയ്യ, നീരും വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചോണ്ടാ പോയ, പൊട്ടലൊന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് പോയി. പക്ഷെ എക്സ്റേ എടുത്തപ്പോ പൊട്ടലുണ്ട്. അവരൊന്നും നോക്കിയില്ല. ഇപ്പുറത്തെ ഭാഗത്ത് ചതവൊക്കെ ഉണ്ട്. അതൊന്നും അവർ നോക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. അത് 2 മാസം ഒരേ ഇരിക്കേണ്ടി വന്നു. പിന്നെയും നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ശരിയായ രീതിയിൽ ആ കുഴയ്ക്ക് ശരിയായ രീതിയിൽ ഒരു അയവ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ തേച്ച് നടക്കുന്ന ഇപ്പോഴും. എന്നാൽ നേരത്തെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴും ഇങ്ങനെ കാല് ഇങ്ങനെ ആ ഭാഗം താഴെ മുട്ടുമ്പോ, ഞാനിപ്പോ അല്പം നീട്ടിയിട്ടാ ഇവിടെ ഇരിക്കണേ, കാല് തൂക്കിയിട്ടിരിക്കുമ്പോഴും നീര് വരുന്നുണ്ട്. ഈ കാല് പ്രസ്സാവുമ്പോ വേദനയുണ്ട് കിടക്കുമ്പോഴൊക്കെ ഇവിടെ. എന്നാലും സാരമില്ല, കാരണം ഇതെല്ലാം കല്ലറ വരെ ഉള്ളു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിന്റെ വേദനകള്, മനസ്സിന്റെ വേദനകള്, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്ന നിന്ദകള് എല്ലാം കല്ലറ വരേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടം വരെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, ക്രിസ്തുവിനായി ജീവിക്കാൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട്, നമ്മൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർത്താൽ തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്ന ഒന്നുമേ അല്ല. ക്രിസ്തു 100% അനുഭവിച്ചെങ്കിൽ നമ്മൾ 1% പോലും അനുഭവിക്കുന്നില്ല. വേദനകൾ വരുമ്പോൾ ഞാൻ അപ്പോഴെ ഒന്നും കൂടി ക്രിസ്തുവിന്റെ ആ വേദനകളെ ധ്യാനിക്കാനിടയായി തീർന്നത് ഈ വേദന അനുഭവിച്ചപ്പോഴാ. എന്റെ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് എന്തുമാത്രം വേദന സഹിച്ചു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ ഇനി നമുക്ക് വേണ്ടി ജീവിക്കരുത്. സ്തോത്രം. കാരണം കർത്താവ് പറഞ്ഞാൽ, അത് ഗലാത്യർക്ക് ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിനത്രേ ജീവിക്കുന്നു. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഭാരം ഒന്നും ഭാരമല്ല. കർത്താവ് നമുക്ക് ശക്തി നൽകിയിരിക്കുന്നു, ശക്തി ഇനിയും നൽകും. എത്ര വേണോ അത്രയും നൽകും. സ്തോത്രം. എത്ര സമാധാനം വേണമോ അത്രയും സമാധാനം ദൈവം നമുക്ക് നൽകും. സമാധാനത്തിന് കുറവില്ല, ശക്തിക്ക് കുറവില്ല. തൃപ്തിയാവോളം അവൻ നമുക്ക് തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനായി നാം ജീവിക്കണം. ആമേൻ. നാം ക്രിസ്തുവിനായി ജീവിക്കാൻ സമർപ്പിക്കപ്പെടുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കത്തില്ല. ഒരു ദൈവ പൈതനുള്ള പോരാട്ടം പോലെ, ആമേൻ, ആസാവ് പറയുന്ന പോലെ, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തോടൊക്കെ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ വീട്ടുകാരനെ നോക്കുമ്പോ അവൻ ഒന്നിനും കുറവില്ല. അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു. എല്ലാം പുകഴ്ച പറയാനേ ഉള്ളൂ. അവന് ഒരു ബുദ്ധിമുട്ടും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനോ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. എന്താ ഇത് ഇങ്ങനെ എന്ന് ചോദിച്ച് ദൈവസന്നിധി ചെന്നപ്പോ കർത്താവ് ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. നോക്ക്, നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്.
അവൻ നിൽക്കുന്ന എവിടാ? വഴുവഴുപ്പില്ല. അത് നീ കണ്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ. ലോകത്തിലെ വഴുവഴുപ്പിൽ നാം നിന്നാലും നാം വീഴത്തില്ല. കാരണം നമ്മുടെ കയ്യിലൊരു പിടിയുണ്ട്. ഹല്ലേലൂയ. വലിയവനായ ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വഴുതി പോയാലും താളടിയാകത്തില്ല, നിലംപരിചയാകത്തില്ല. അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്ക ഒരു കുഞ്ഞിനെ പോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കൈ കർത്താവിന് കൊടുക്കുക. കർത്താവ് ഒന്ന് പിടിക്കട്ടെ. കൈവിട്ടു പോവല്ലേ. കൈവിട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പോകല്ലേ. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ദൈവം കൊണ്ട് നടക്കുന്ന പോലെ ദൈവത്തിന്റെ കൂടെ ചേർന്ന്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോ ഞാൻ ആ 91 സങ്കീർത്തനം ഇങ്ങനെ ഓർക്കുക ദൈവമക്കളെ. അതിലെ ആമേൻ, സ്തോത്രം, ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില് ആ പ്രധാനപ്പെട്ട ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. ആമേൻ, സ്തോത്രം. നമ്മൾ സിംഹത്തിന്മേൽ അണലിമേലൊക്കെ ചവിട്ടും, അതവിടെ നിൽക്കട്ടെ. അവൻ 14-ാം വാക്യം പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിടുതൽ വേണമെങ്കിൽ കർത്താവിനോട് പറ്റിയിരുന്നാ മതി. പ്രൈസ് ദി ലോർഡ്. വിടുതൽ വേണം, വിടുതൽ വേണം, വിടുതൽ വേണം. നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിടുതലില്ല. കാരണം എന്താ? പറ്റിയിരിക്കാത്തോണ്ടാ. പറ്റിയിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിടുതലുണ്ട്. ആമേൻ, സ്തോത്രം. 10-38 വർഷത്തെ, അല്ലെ, 36-37 വർഷം, ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയാ. ആമേൻ, സ്തോത്രം. ഞാൻ വലിപ്പം പറയുകയല്ല കേട്ടോ, എന്റെ വിശ്വാസം പറയുക. ആമേൻ. ഞാൻ പൂർണ്ണെന്ന് പറയുന്നില്ല, പക്ഷെ എന്റെ വിശ്വാസം പറയാ, എന്റെ അനുഭവം പറയാ. വിടുതൽ വേണോ? പറ്റിയിരിക്കുക. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിന് നമ്മളൊക്കെ നമ്മുടെ മക്കള് നമ്മളോട് പറ്റിയിരിക്കണമെന്നും നമ്മുടെ മക്കള് നമ്മൾ പറയണൊക്കെ അനുസരിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അവര് നമ്മുടെ വാക്കിന് ഇച്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ നമുക്ക് വേദനിക്കുന്നില്ലേ? നമുക്ക് സഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ അല്ലേ ദൈവത്തിന്റെ മക്കളല്ലേ നമ്മള്? ദൈവം പറയുന്നത് നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യല്ലേ, നീ അത് പറ, ഇത് പറയല്ലേ എന്ന് പറയുമ്പോ നമ്മൾ അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അവനോട് പറ്റിയിരിക്കുന്ന അല്ല. പ്രൈസ് ദി ലോർഡ്. ചെറിയ പോയിന്റ്സുകളായിരിക്കാം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മക്കൾ ചില ചെറിയ കാര്യങ്ങൾ പോലും തെറ്റിക്കുമ്പോൾ നമുക്ക് വേദന തോന്നാറില്ല. എന്താ, എത്രയോ വട്ടം പറഞ്ഞ എന്താ ചെയ്യാത്തെ എന്ന് നമ്മൾ പറഞ്ഞ് ദേഷ്യപ്പെടാറില്ലേ? അപ്പൊ പിന്നെ കർത്താവിന് നമ്മളോട് ദേഷ്യപ്പെടണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അപ്പനും മക്കളും അല്ലേ? അപ്പോൾ ആമേൻ, സ്തോത്രം. ഇവിടെ പറയാ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഉയർച്ച വേണമെങ്കിൽ അവന്റെ നാമത്തെ അറിയണം. അവന്റെ നാമത്തിനു വേണ്ടി ജീവിക്കണം. അവന്റെ നാമത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഉയർച്ച, അവൻ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ പോകും. ഹല്ലേലൂയ. അടുത്ത പോയിന്റ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. നമ്മൾ വിളിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. ഞാൻ എവിടാ നിൽക്കുന്നേ? ഞാൻ ആരാ? ഞാനും യേശു ക്രിസ്തുവും തമ്മിലുള്ള, ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടുപ്പം എത്രയുണ്ട്, അകൽച്ച എത്രയുണ്ട്, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ ഇരിപ്പ് വശം, ഒന്നൊന്ന് ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിളിച്ചാ വിളി കേൾക്കുന്ന ദൈവമാ. ഒരിക്കലും നമ്മുടെ മക്കൾ ഭക്ഷണം ചോദിച്ചാ തരത്തില്ല, പോന്ന് പറയുവോ? ഇല്ല. അവൻ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. കഷ്ടം വരുമ്പോ കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണ് ചിന്തിക്കല്ലേ. കഷ്ടകാലം വന്നാൽ കർത്താവ് നമ്മെ ഇട്ടേച്ച് പോകത്തില്ല. കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്നവരെ നമ്മൾ കേട്ടല്ലോ. ജോയ് സിസ്റ്ററിന്റെ കാര്യം, കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായി. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാ രക്ഷപ്പെട്ടതില്ലേ? ആമേൻ. എത്രയോ പേര് ആക്സിഡന്റിൽ തക്ഷണം മരിച്ചു പോകുന്നു, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. അപ്പൊ കർത്താവ് കൂടെ ഇരുന്നത് കൊണ്ടാ ആ വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ കാലം നിങ്ങൾ ഓർത്തു നോക്കിക്കോ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവരെയാ തകർക്കാൻ സാത്താൻ തന്ത്രങ്ങൾ ഒരുക്കുന്നത്. തകർത്ത് കളയാൻ, മുടിച്ചു കളയാൻ. കാരണം അവന്റെ ആ സമയം ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. ദൈവമക്കൾ ഓർക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാം. അതിന് നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ഈ 29-ാം സങ്കീർത്തനത്തിന് അവൻ 7 പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൈവ ശബ്ദം നമ്മൾ കേൾക്കണം. നമ്മൾ എങ്ങനെ കേൾക്കണം? ദൈവത്തിന്റെ വചനത്തിലൂടെ കേൾക്കണം. ദൈവത്തിന്റെ വചനത്തിൽ അവൻ ദൈവശക്തിയുണ്ട്. മാൻപേടുകളെ പ്രസവിക്കുമാറാക്കുന്ന അവന്റെ ശക്തിയുണ്ട്. ആമേൻ. ആ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കാമെങ്കിൽ, ആ ശബ്ദം നാം തിരിച്ചറിയാമെങ്കിൽ, ആ ശബ്ദം നാം കേൾക്കാമെങ്കിൽ
തീർച്ചയായും ദൈവമക്കളെ നമ്മൾ കർത്താവിന്റെ ഉള്ളം കരത്തിലായിരിക്കും. ഒരു ശത്രുവിന് നമ്മളെ തകർക്കാൻ കഴിയില്ല. അവൻ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കുകയില്ല. അവനോട് പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലോകത്തിൽ എന്ത് യുദ്ധം ഉണ്ടാകട്ടെ, എവിടെയും ഉണ്ടാകട്ടെ, നമ്മുടെ അടുത്ത് വന്ന് മിസൈൽ വിടട്ടെ, നമ്മളത് ബാധിക്കയില്ലെന്നാ. കഴിഞ്ഞ ദിവസം സ്തോത്രം, ഈ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് കുവൈറ്റും ഇറാഖും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് 2003 ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് പോകണമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അശൂറിന്റെ വടി നിമിത്തം നീ ഭയപ്പെടേണ്ടെന്നൊരു വചനം കിട്ടിയായിരുന്നു. അപ്പം പിന്നെ സമാധാനത്തോടെ ഇവിടെ നിന്നു. പിന്നെ ആ വടി പേടിക്കേണ്ടി വന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ എപ്പോഴും ഞാൻ വചനത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇന്നും വർഷങ്ങൾ ഇത്രയായിട്ടും ചില വിഷയങ്ങളുടെ മുമ്പിൽ വരുമ്പോ, കർത്താവെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലപ്പാ, അത് എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ബൈബിൾ തുറക്കും. നിരന്തരം ഞാൻ ബൈബിൾ വായിക്കും. അക്കൂട്ടത്തിൽ ആലോചന ചോദിക്കാനായിട്ട് ബൈബിൾ തുറക്കും. അങ്ങനെ തുറക്കുമ്പോ കൃത്യമായ മറുപടി ദൈവം എനിക്ക് തന്നിരിക്കും. ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഞാൻ ചോദിച്ചപ്പോ 4 പ്രാവശ്യം ഒരുപോലെ തുറന്നു കിട്ടിയ അധ്യായമാണ് യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം. ഞാൻ അവിടെ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ കിട്ടണേ. യുദ്ധത്തിന് മുമ്പും കിട്ടി, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും കിട്ടി, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോഴും ഇത് തന്നെ കിട്ടി. അവിടെ എഴുതിയിരിക്കുന്ന 20-ാം വചനം, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുമ്പോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, യുദ്ധവും യുദ്ധശ്രുതികളെയും കുറിച്ച് നമ്മൾ കേൾക്കും. അത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. അത് കേട്ടിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ കർത്താവിന് വരണ്ടേ, അടയാളം തരണ്ടേ. ഒറ്റ കാര്യം കൂടെ ഓർക്കുക, ഈ കുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് നാട്ടിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. കുവൈറ്റിലും ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഈ അവസരത്തിലും ധാരാളം പേര് രക്ഷിക്കപ്പെടും. ഉറപ്പായ കാര്യമാണ്. കൂടൊന്ന് അളക്കുമ്പോ, ഒന്ന് അനക്കുമ്പോ ഭയപ്പെടാത്ത ജീവന് വേണ്ടി കൊതിക്കാത്ത ആരാവള്ളേ. അതുകൊണ്ട് അവര് കർത്താവിനെ വിളിക്കും. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടും. അങ്ങനെ ഒരുപാട് പേരെ രക്ഷയിലേക്ക് നടത്താൻ ഈ യുദ്ധങ്ങൾ അതിന് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും പ്രാർത്ഥിക്കുന്ന വേഗത്തിൽ ഇതെല്ലാം നിർത്തലാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം നടക്കണം. കർത്താവിന്റെ ഇഷ്ടം നടക്കണം. മാനുഷ്യമായ ചിന്തകളോ മാനുഷ്യമായ ഒരു പ്ലാനുകളോ ഒന്നും ഇതിന്റെ പുറകിൽ ഉണ്ടാവല്ലേ. ദൈവം അത് കൺട്രോൾ ചെയ്യട്ടെ. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ബാക്കി ഒന്നും കൂടെ, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്തു നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയുമില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും സമയം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം ഗത്സമന തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യർക്ക് വീണ്ടെടുപ്പുള്ളൂ. അവർക്ക് വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം. സ്തോത്രം. കർത്താവ് ക്രൂശീകരണത്തെ കുറിച്ച് ആ ഭാരം ഉള്ളിൽ വന്നപ്പോൾ തന്നെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരാമോ എന്ന്. പക്ഷെ കർത്താവിന് പെട്ടെന്ന് തന്നെ ആ ദൂത് ദൈവത്തിൽ നിന്ന് ആലോചന കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും അടുത്ത പോയിന്റ് അവിടെ പറഞ്ഞത്, എന്റെ ഇഷ്ടമല്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മതി, നിന്റെ ഇഷ്ടം മതി എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒന്നും നടക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇസ്ലാം മതത്തിൽ നിന്ന് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച മുന്നോട്ട് കടന്നു വന്നു. 90-ൽ സ്നാനപ്പെടാനിടയായി തീർന്നു. 95-ൽ പത്രത്തിൽ കണ്ട പരസ്യപ്രകാരം കുവൈറ്റിലേക്ക് ഒരു തയ്യൽക്കാരൻ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ തയ്യൽ പഠിച്ചു. പിന്നെ കുവൈറ്റിലേക്ക് വന്നു. 92-ൽ ഒരു തയ്യക്കട ഇട്ടു. അത് വിട്ടിട്ടാണ് 95-ൽ കുവൈറ്റിലേക്ക് വന്നത്. ഇവിടെ വന്ന് ദൈവം എന്നെ എണ്ണയിലിട്ട് വറുത്തെന്ന് പറയാം. സ്തോത്രം. എങ്കിലും ഞാൻ പറഞ്ഞിങ്ങനെ, കർത്താവെ പട്ടിണിയാണേലും ഒരു ഉടുക്കത്തുണിക്ക് മറുതുണി ഇല്ലെങ്കിലും നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. കാരണം ആത്മഹത്യ ചെയ്യാനിരുന്ന എന്നെ സമാധാനം നൽകി, സന്തോഷം നൽകി, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, നിത്യജീവന് വേണ്ടി നീ വിളിച്ചു.
ആമേൻ വേർതിരിച്ചിരിക്കുന്നു. എനിക്ക് അവിടെ വരണം. അവിടം വരെ വരണത് വരെ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ആമേൻ ഞാനത് ഹല്ലേലൂയ ഞാനത് ഗണ്യമാക്കുന്നില്ല. എന്നെ നീ പട്ടിണിക്കിട്ട് കൊന്നാലും ഞാൻ നിന്നെ വിടത്തില്ല. എനിക്ക് നിന്റെ മുഖം കണ്ട് ആരാധിക്കണം. എനിക്ക് അവിടേക്ക് വരണം. അതുകൊണ്ട് ആമേൻ സ്തോത്രം. പിന്നെ ഞാനൊരു കണ്ടീഷൻ വെച്ചു. ഒന്നുകിൽ നീ എനിക്ക് ഇവിടെ ജോലി താ, ഇല്ലെങ്കിൽ എന്നെ നാട്ടിലോട്ട് പറഞ്ഞു വിട്, ഇല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്ക്. ആമേൻ സ്തോത്രം. എങ്കിൽ കർത്താവിനെ തള്ളി പറഞ്ഞില്ല. കർത്താവിനോട് ഞാൻ പറഞ്ഞത് ഇതിലേതെങ്കിലും ഒന്ന് ചെയ് കർത്താവേ. ഞാൻ ഇങ്ങനെ വാടക കൊടുക്കാനില്ലാതെ ദിവസവും ജോലി അന്വേഷിച്ചു പോകണം. ഇടയ്ക്ക് ജോലി ഇല്ലാണ്ടായി, ജോലി ഇല്ലാണ്ടായി. അങ്ങനെ കർത്താവുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് ജോലി തന്ന സിറ്റിയിൽ അവർ ജോലിയോടനുബന്ധിച്ച് മാറി. അപ്പൊ താമസവും ആ ഒരു ഷെയറിങ്ങിലോട്ട് മാറി. ഒരു പാകിസ്ഥാനി ഫാമിലിയുടെ കൂടെ അവരെന്നെ ഇസ്ലാമിലേക്ക് മാറ്റാൻ ശ്രമം നടത്തി. ഞാൻ അവരോട് അതിന്റെ ഇസ്ലാമിലെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കാനിടയായി. അവർ പറഞ്ഞു ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചു ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ ചോദിച്ചപ്പോ ഞാൻ ക്രിസ്ത്യാനിയാണെന്നാ പറഞ്ഞേ. പക്ഷെ അവർ പറയുന്നതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തപ്പോ അവർ പറഞ്ഞു ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം ആയിട്ടാ ജനിച്ചത്, വളർന്ന് ഓ റബ്ബെ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചു. ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഞാൻ പഠിച്ചപ്പോൾ യേശു ക്രിസ്തു മസീഹ ഇബ്നു മറിയം എന്ന ഖുർആൻ പറയുന്ന മസീഹ ഇബ്നു മറിയം മറിയമിന്റെ പുത്രനായ മസീഹ് ഈസ എന്ന ഖുർആൻ പറയുന്ന. പക്ഷെ മുസ്ലിങ്ങളെല്ലാം ഈസാ നബി എന്നാ പറയാ. പക്ഷെ ഞാൻ പറയുന്നു അവൻ മസീഹ് ഈസ, ഈശോ മിശിഹ എന്ന് ക്രിസ്ത്യാനികൾ കാത്തലിക്സ് എല്ലാം പറയുന്ന ഈശോ മിശിഹ എന്ന ആ വാക്കിനെ തിരിച്ചിട്ടാണ് മസീഹ് ഈസ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ഭാഗങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. ഞാൻ അവരോട് ചോദിച്ച പല മുസ്ലിങ്ങളോട് ചോദിച്ചിട്ട് ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു തന്നത് ഞാൻ മസീഹ് ഈസയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ബൈബിളിലെ വചനങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ചുമ്മാതല്ല നിനക്ക് ജോലി കിട്ടാത്തത്. അവിടെയും 2 മാസം കഴിഞ്ഞപ്പോ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ ചോദിക്കും ഇത് ശരിയായോ? ഞാൻ പറഞ്ഞില്ല, നിനക്ക് വെറുതെ അല്ല, നീ ഇസ്ലാം വിട്ട് പോയത് കൊണ്ടാ നിനക്ക് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് ഇടിയേറ്റ പോലെയായി. ഞാൻ പോയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു ഏലിയാവ് ഇടിവെട്ടേറ്റ പോലെ എനിക്കും ഒരു ഇടിവെട്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഒരു തർജിമ ഖുർആൻ വാങ്ങിച്ച് പഠിക്കണമെന്ന് തോന്നി. ഞാൻ അന്ന് ചെയ്യുന്ന എന്തെങ്കിലും തയ്ച്ചു കിട്ടുന്നതില് ആ സ്തോത്ര കാഴ്ച പെട്ടിയിലും വാടക പെട്ടിയിലും ഇട്ടിട്ട് വെറും കൈയോടെ ഇരിക്കും, പച്ചവെള്ളം കുടിച്ചിരിക്കും. വാടകപ്പെട്ടി നിറഞ്ഞല്ലാതെ ഞാനൊരു പീൽസ് പോലും സ്തോത്ര കാഴ്ച പെട്ടിയിൽ നിന്ന് പൈസ എടുക്കത്തില്ല. ആഴ്ചതോറും ചർച്ചിൽ പോകുമ്പോ അത് സ്തോത്ര കാഴ്ച ഇടും. സ്തോത്രം. അപ്പൊ ഈ വാടകപ്പെട്ടിയിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി ഒരു ഖുറാന്റെ തർജിമ വാങ്ങിച്ചു, ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോഴാ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടതൊന്നും അല്ല അതിനകത്ത് കിടക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് പോയിന്റ്സുകൾ അവിടെ ഉണ്ട്. എല്ലാം നോട്ട് ചെയ്ത് വെച്ചു. സ്തോത്രം. പിന്നത്തേതിൽ എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ടൈപ്പ് ചെയ്തൊക്കെ ഞാൻ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അത് വെച്ചിട്ട് ഒത്തിരി പേർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് ആ യേശു ക്രിസ്തു വചനമാണ് എന്ന് പറയുന്ന പോയിന്റ്സ് വരെ ഖുറാനകത്തുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. ലോകത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സർവ്വജനവും എനിക്കെതിരെ സംസാരിച്ചാൽ എനിക്കിനി ഒരു പ്രശ്നമില്ല. എന്റെ യേശു ക്രിസ്തു ദൈവമാണെന്നും എന്റെ യേശു ക്രിസ്തു എന്റെ കർത്താവാണെന്നും ഏവരുടെ മുമ്പിൽ ഉറച്ചു പറയുവാനുള്ള ഒരു ധൈര്യം ദൈവം എനിക്ക് നൽകി. അത് പഠിക്കാനാ ദൈവം അവരെ കൊണ്ട് ആ വാക്ക് പറയിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ അതുവഴി എന്നെ തകർക്കാൻ നോക്കി. ദൈവം അതിലൂടെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒത്തിരി മുസ്ലിങ്ങളോട് സുവിശേഷം പറയാനിടയായി തീർന്നു. സത്യങ്ങൾ അവർ ഗ്രഹിക്കാനിടയായി തീർന്നു. മാത്രമല്ല ഞാൻ അറിയാതെ ഒത്തിരി ആൾക്കാർ അവിടെയായി രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ വർഷം തോറും കൂടി വന്നുകൊണ്ടിരുന്നു. കോവിഡ് കാലമായപ്പോഴാ അതെല്ലാം സ്റ്റോപ്പ് ആയത്. അതുവരെ ഞങ്ങൾ എല്ലാ വർഷവും 2018 മുതൽ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ അവിടെ നടത്തി. എന്തൊരു അനുഗ്രഹമായിരുന്നു. ആമേൻ, പ്രൈസ്. അങ്ങനെയാണ് നമുക്ക് കുൽസൂനെ അല്ലാതെ പരിചയപ്പെട്ടതാ, നമ്മളെ റസിയായൊക്കെ പരിചയപ്പെടാനിടയായി തീർന്നത്. റസിയ ടീച്ചർ, അങ്ങനെ ഒത്തിരി പേരെ, ഹസീന എല്ലാം പരിചയപ്പെടാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞു കേട്ടെ, ഞാൻ നിർത്തുന്നു. ദൈവമക്കളെ, ഒറ്റ കാര്യം, ഭയപ്പെടരുത്, മനസ്സ് കലങ്ങരുത്. കർത്താവിൽ വിശ്വസിക്കാം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലമുണ്ട്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവനോടുകൂടെ പറ്റിയിരിക്കുക, വചനം നിരന്തരം വായിക്കുക. വചനത്തിലൊരു ശബ്ദമുണ്ട്. 103 സങ്കീർത്തനം 20 വചനം പറയുന്നു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, ആമേൻ, ഹല്ലേലൂയ, വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമ്മൾ വീരത്തികളായി മാറണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ നിത്യജീവനിൽ കാണണം.
അവൻ ഒരാള് പോലും നശിച്ചു പോകരുത്. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല. പണം ഇല്ലേ, വേണ്ട, നമുക്ക് പട്ടിണി കിടക്കാം. ഹാലലിയ. ഒരു ഉടുപ്പേ ഉള്ളോ, കഴുകി നനച്ച് ഉടുക്ക്, സാരമില്ല. പ്രൈസിലോട്. ആർക്കൊന്നും കൊടുക്കാനില്ലേ, കൊടുക്കണ്ട, സങ്കടപ്പെടണ്ട. കയ്യിൽ വരുമ്പോ കൊടുത്താ മതി. അവൻ ഉള്ളപ്പോ കൊടുക്ക്, ഇല്ലാത്തപ്പോ മിണ്ടാണ്ടിരിക്കുക. അവൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടല്ലേ. പ്രൈസ് ലോർഡ്. നമ്മൾ പറഞ്ഞിട്ട് മക്കൾ അനുസരിക്കുന്നില്ലേ, കർത്താവിന്റെ കയ്യിലോട്ട് വെച്ചുകൊട്. എന്നിട്ട് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്ക്. വിശ്വാസത്തോടെ ഇരിക്ക്, വിശ്വസ്തയോടെ ജീവിക്ക്. ദൈവം നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഒത്തൊരുമയോടുകൂടെ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചും തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ വഹിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് കർത്താവിന്റെ മുഖം കണ്ട് ആരാധിക്കാനായി ഒരുങ്ങാം. എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം തന്ന സൂസൻ സിസ്റ്റർക്കായി നന്ദി പറയുന്നു. ദൈവം ധാരാളം